നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. പാസഞ്ചർ വിമാനം തകർന്നു വീണ അപകടം. കസാക്കിസ്ഥാനിലെ അക്തൗ എയർപോർട്ടിലാണ് ഇത്തരത്തിലൊരു വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. കസാക്കിസ്ഥാൻ എമർജൻസീസ് മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഈ വിമാനം തകർന്നതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. അസർബൈജാൻ എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയയിലേക്ക് പുറപ്പെട്ട വിമാനം ലാൻഡിങ്ങിന് ശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് അപകടത്തിലകപ്പെട്ടത്. നിലം തൊട്ട വിമാനം തൊട്ടു പിന്നാലെ പൊട്ടിത്തെറിച്ചു. തുടക്കത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിമാനത്തിൽ 110 യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ 67 യാത്രക്കാരും 5 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്ന് പിന്നീട് കസാക്കിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അപകടത്തിന് തൊട്ടു മുന്നേ വിമാനം നിരവധി തവണ ആകാശത്ത് വട്ടമിട്ട് പറന്നു. എന്താണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി എന്നതിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. നിരവധി പേർ അപകടത്തിൽ മരിച്ചിട്ടുണ്ടാകും എന്നാണ് തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന സൂചന. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. വിമാനം നിലം പതിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതും അടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സംഭവ സ്ഥലത്തേക്ക് ഉടൻ തന്നെ രക്ഷാപ്രവർത്തകർ എത്തി. ചില യാത്രക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ വലിയൊരു ദുരന്തം അല്ലെങ്കിൽ വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വിമാനം പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. മാനത്ത് കുറേ നേരം വട്ടമിട്ട് പറന്ന ശേഷമാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയിലേക്ക് വിമാനം എത്തിയിരിക്കുന്നത്. യാത്രക്കാരുടെ അവസ്ഥ എങ്ങനെയാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതേസമയം ഈ ഇടയ്ക്കാണ് ബ്രസീലിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വിനോദസഞ്ചാരികളുമായി പറന്നുയർന്ന ചെറുവിമാനം തകർന്നു വീണ് മുഴുവൻ യാത്രികർക്കും ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു. ബ്രസീലിയൻ നഗരമായ ഗ്രമോഡോയിൽ ആണ് ഈ ഒരു അപകടം ഉണ്ടായത്. 10 പേർ വിമാനത്തിലുണ്ടായിരുന്നു. ഇവരിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിച്ചിരുന്നില്ല. വിമാനം വീണതിനെ തുടർന്ന് താഴെയുണ്ടായിരുന്ന 15ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പറന്നുയർന്ന വിമാനം ഒരു വീടിന്റെ ചിമ്മിനിയിൽ തട്ടി പിന്നാലെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റൊരു കെട്ടിടത്തിന്റെ 2ാം നിലയിലും ഇടിച്ച ശേഷം മൊബൈൽ ഫോൺ ഷോപ്പിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ബ്രസീലിയൻ വ്യാപാരിയായ ലൂയി ക്ലൗഡിയോ ഗലീസിയും ബന്ധുക്കളുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. സെറാഗൌച്ച പർവ്വത നിരകളിലായിരുന്നു ഗ്രാമോഡോ സ്ഥിതി ചെയ്യുന്നത്. തണുത്ത കാലാവസ്ഥ, ഹൈക്കിംഗ് സ്ഥലങ്ങൾ, പരമ്പരാഗത വാസ്തുവിദ്യ ആസ്വദിക്കുന്ന ബ്രസീലിയൻ വിനോദസഞ്ചാരികൾക്കിടയിൽ വളരെ പ്രിയങ്കരമായ ഒരു സ്ഥലമാണിത്. 19ാം നൂറ്റാണ്ടിൽ നിരവധി ജർമ്മൻ, ഇറ്റാലിയൻ കുടിയേറ്റക്കാർ ഇവിടെ സ്ഥിരതാമസമാക്കിയിരുന്നു. ക്രിസ്മസ് അവധിക്കാലം ആഘോഷമാക്കാൻ ഏവരും തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥാനം കൂടിയായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.